അടുത്ത കാലത്ത് വന്ന ഒരു വലിയ ഡിസ്കഷനാണ് ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഒഴിവാക്കുക എന്നുള്ളത്. ഇടയ്ക്കിറങ്ങിയ ഒരു മലയാള സിനിമയാകട്ടോ ഈ ചർച്ചകൾക്കെല്ലാം ഒരു കാരണമായത്. അപ്പം ആ സിനിമയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും വരുമ്പോൾ എത്രത്തോളം അത് കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതൊക്കെ തിരിച്ചറിഞ്ഞ് കേരള സർക്കാരും ചില സ്കൂളുകളും തമിഴ്നാട്ടിലെ ചില സ്കൂളുകളും വരെ ഇത്തരം മാറ്റങ്ങൾ വരുത്തി. ഇനിയിപ്പം ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും വേണ്ട, ഇങ്ങനെ വരിയായി കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതിന് പകരം ക്ലാസ് റൂമിലൊരു സെമി സർക്കിൾ രീതിയിൽ ബെഞ്ചും ഡെസ്കും അറേഞ്ച് ചെയ്തിട്ട് പിള്ളേരിയ്ക്കുന്നു. നല്ല മാറ്റമല്ലേ? എന്നാൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സത്യത്തിൽ അതൊരു വളരെ നല്ല മാറ്റം തന്നെയാണ്. നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ് അല്ലേ ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഫ്രണ്ട് ബെഞ്ചിൽ ഒരു ആദ്യത്തെ 3 ബെഞ്ചിലിരിക്കുന്നവരെല്ലാം മുഴുവൻ ടീച്ചർമാർ പറയുന്ന എല്ലാം കേൾക്കും, അവരോട് ടീച്ചർമാർ ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കും. അതിന് പുറകോട്ടുള്ള ബെഞ്ചിലിരിക്കുന്നവർ വേറെ പല പരിപാടികളും അവിടെ കാണിക്കും. അവരെ ഉഴപ്പന്മാരെന്ന് ലേബൽ ചെയ്യും, അവർ പഠിക്കാത്തവരെന്ന് ലേബൽ ചെയ്യും, അവർക്ക് പരീക്ഷയ്ക്ക് മാർക്കുണ്ടാവില്ല, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. പിന്നീട് വന്ന ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും CBSE സ്കൂളുകളും എല്ലാം ഒരു റൊട്ടേഷൻ രീതി പരീക്ഷിച്ചു. അതായത് ഈ ബെഞ്ചും ഡെസ്കിലും ഉള്ള കുഞ്ഞുങ്ങൾ ഓരോ ദിവസം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്നുള്ള രീതിയിൽ പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ അവർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മുന്നിലും പുറകിലുമൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ കൊച്ചു ക്ലാസ്സിലാണ്. വലിയ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും ഈ പുറകത്തെ ലാസ്റ്റ് ബെഞ്ച് ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ എന്തായാലും ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും അതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും ചിന്തിക്കാതെ ഈ രീതി മാറ്റി സെമി സർക്കിൾ രീതി മാറിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഈ ബാക്ക് ബെഞ്ചർ എന്ന ടേം കുട്ടികൾക്ക് ഒരു വലിയ ട്രോമയാകുന്നത്? അത് അവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് അതൊരു പ്രശ്നമായി മാറുന്നതെന്ന് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യണം. അപ്പോൾ അതെന്താണ്? ഈ ബാക്ക് ബെഞ്ചേഴ്സിനോട് ടീച്ചേഴ്സിനും സ്കൂളിനും മറ്റ് വിദ്യാർത്ഥികൾക്കും ഉള്ള ഒരു മനോഭാവം അല്ലേ? ആ ഒരു മനോഭാവമാണ് ബാക്ക് ബെഞ്ചർ എന്ന ടേം വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. അവർ പഠിക്കാത്തവരാണെന്നും അവർ കൊള്ളാത്തവരാണെന്നും ശ്രദ്ധിക്കാത്തവരാണെന്നും അവർ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നും ഒക്കെ ഉള്ള ഒരു മനോഭാവം. ബാക്ക് ബെഞ്ച് എന്ന് പറയുമ്പോഴേ നമുക്ക് എന്താ പ്രശ്നം എന്നറിയണം. നമുക്കറിയാം ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ തലയിൽ ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മനോഭാവം മാറാതെ ബാക്ക് ബെഞ്ച് മാത്രം മാറ്റിയത് കൊണ്ട് കാര്യമുണ്ടോ? മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. ടീച്ചേഴ്സിന് കുട്ടികളോടുള്ള മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. നമ്മുടെ സ്കൂളിൽ 100 മാർക്ക് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല ഉണ്ടാവുക. പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാവും. ഫസ്റ്റ് ടൈം ലേണേഴ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് ടൈം ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്കൂളിൽ പോയി ഒരു കൃത്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ലേണേഴ്സാണ് അല്ലേ? ചിലപ്പം അച്ഛനും അമ്മയൊക്കെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവാം. പഠിത്തവുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ ജോലികളൊന്നും ആയിരിക്കുകയില്ല ചെയ്യുന്നതെന്നുണ്ടാവുക. അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വരുന്നവരുണ്ടാവാം. ചിലപ്പം നല്ലോണം പഠിച്ച്, അതായത് ഡിഗ്രി വരെയൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ PG വരെ പഠിച്ചിട്ടുള്ള മാതാപിതാക്കളുണ്ടാവാം. അങ്ങനെ പലതരം ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് പലതരം ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കളായിട്ടായിരിക്കും അവർ സ്കൂളിൽ വരുന്നത്. അപ്പം തന്നെ വീട്ടിലെ സാഹചര്യവും വ്യത്യസ്തമായിരിക്കും. അവരെല്ലാം പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നവരായിരിക്കാം. ഈ ഓരോ കുഞ്ഞുങ്ങളും ഒരേ രീതിയിൽ പെരുമാറണമെന്ന വാശി ടീച്ചർമാർ ആദ്യം തന്നെ മാറ്റണം. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും 50ൽ 50 മാർക്ക് വാങ്ങുന്നവരെയും 50ൽ 20 മാർക്ക് വാങ്ങുന്നവരെയും ഒരുപോലെ കാണാൻ ഈ ടീച്ചർമാർ പഠിക്കണം അല്ലേ? ശരിയാണ്, കുറച്ച് കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ അത്രയും മാർക്ക് കിട്ടാത്തവരെ കൂടി ചേർത്ത് പിടിക്കേണ്ടവരാണ് അധ്യാപകർ. അതുകൊണ്ടാണ് അവർ അധ്യാപകരായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബാക്ക് ബെഞ്ച് എന്ന് പറഞ്ഞ് അതെല്ലാം മാറ്റി ബാക്കിൽ കിടന്ന ബെഞ്ച് എടുത്ത് സൈഡിൽ കൊണ്ടിട്ടൊരു സെമി സർക്കിൾ ആക്കിയതുകൊണ്ട് മാത്രം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലോ നമ്മുടെ സ്കൂളുകളിലോ നമ്മുടെ മനോഭാവങ്ങളിലോ നമ്മുടെ വിദ്യാർത്ഥികൾ ദിവസവും അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളിലോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. മനോഭാവം അതാണ് ഏറ്റവും ആദ്യം മാറേണ്ടത്. എല്ലാ കാര്യത്തിലും കതിരിൽ കൊണ്ട് വളം വെക്കുക എന്ന് പറയാം. അതൊരു പ്രശ്നത്തിന് പരിഹാരമാണോ? കതിരിൽ കൊണ്ട് വളം വെച്ചാൽ ആ പ്രശ്നം തീരുമോ? ഇല്ല. ഇത് കതിരിൽ കൊണ്ട് വളം വെക്കുന്ന ഏർപ്പാടാണ്. സത്യത്തിൽ മാറേണ്ടത് ഓരോ വിദ്യാർത്ഥിയോടും അധ്യാപകൻ കാണിക്കുന്ന മുൻവിധിയും ഒക്കെ മാറുക എന്നുള്ളതാണ്. ഒരു രീതിയിലുള്ള മുൻവിധിയോടും കൂടി നമ്മുടെ വിദ്യാർത്ഥികളെ സമീപിക്കാൻ പാടില്ല. എന്ത് കാര്യം പറയുമ്പോഴും അവർക്ക് ഹേർട്ട് ആവുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇപ്പം അധ്യാപകർ പറയുന്ന പല പരാതികളും ഉണ്ട്. ഈ വിദ്യാർത്ഥികളെല്ലാം ഡീൽ ചെയ്യാൻ ഭയങ്കര പാടാണ്, അവരെയൊക്കെ പേടിച്ചാണ് ഇരിക്കുന്നതെന്നൊക്കെ. നമുക്ക് ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു പരിശീലനം, അതായത് ഏതെങ്കിലും ഒരു കാലത്ത് പരിശീലനം ലഭിച്ച അധ്യാപകരാണ് ഇപ്പോഴും ഈ ഒരു ജെൻ സിയും ജെൻ ആൽഫയൊക്കെ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അവരെയൊക്കെ ഡീൽ ചെയ്യേണ്ടത് അവരുടെ സൈക്കോളജി മനസ്സിലാക്കാനായിട്ട് നമ്മൾ നമ്മുടെ അധ്യാപകരെ എക്യുപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏതോ കാലത്ത് കണ്ട വിദ്യാർത്ഥികൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അപ്പനപ്പന്മാരുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ ഏത് ടീച്ചറിനെയും കാണുമായിരുന്നു. അവർ ചെയ്യുന്ന ഒന്നും നമ്മൾ എതിർക്കില്ലായിരുന്നു. ഒരാവശ്യമില്ലാതെ നമ്മൾ തല്ല് വാങ്ങി കൂട്ടുമായിരുന്നു. ഡ്രിൽ മാഷ് എന്ന് പറഞ്ഞാൽ തല്ല് വാങ്ങാനുള്ള ആളായിരുന്നു.
എന്നാൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് മാതാപിതാക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അത് അനുവദിച്ചു കൊള്ളണമെന്നില്ല. ചുമ്മാ കുട്ടികളെ അടിക്കാനുള്ള അധികാരം ഒരു അധ്യാപകനും ഇല്ല എന്നുള്ള ബോധം ഉള്ള ആളുകളാണ്. പൊതുബോധം അത്രത്തോളം വളർന്നിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പേടിപ്പിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ ഒരിടത്തും ഇരുത്താനോ നിർത്താനോ പറ്റില്ല. അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാക്കാൻ തരത്തിലുള്ള പരിശീലനം നമ്മുടെ അധ്യാപകർക്ക് നൽകണം. അതുപോലെ തന്നെ ഈ ബാക്ക് ബെഞ്ച് എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ എത്രത്തോളം അഫക്റ്റ് ചെയ്തെന്നുള്ളത് നമ്മുടെ എല്ലാ അധ്യാപകരും ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഓരോരോ പ്രഹസനങ്ങളെന്ന് വിചാരിക്കുന്ന അധ്യാപകർ ഇപ്പോഴും ഉണ്ടാവും. ഈ ബെഞ്ചിൻ്റെ സിസ്റ്റമൊക്കെ മാറ്റി സെമി സർക്കിളാക്കി ഇടുമ്പോൾ ഓരോരോ പ്രഹസനങ്ങളല്ലാതെ എന്താണെന്ന് ചിന്തിക്കുന്ന അധ്യാപകരും ഉണ്ടാവും. അങ്ങനെയുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ബെഞ്ച് എവിടെ കിടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് തന്നെ ഈ പുത്തൻ തലമുറയെ നേരിടാൻ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് അത് അവരെ മനസ്സിലാക്കുന്ന അധ്യാപകരാണ്. അതിന് വേണ്ട പരിശീലനങ്ങൾ സൈക്കോളജിസ്റ്റുകളുടെയും ചൈൽഡ് സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ സഹായത്തോടു കൂടി അതിനുള്ള പരിശീലനം അവർക്ക് ലഭിക്കുക തന്നെ വേണം. നമ്മൾ ഏതോ കാലത്തെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞുങ്ങളെ സമീപിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈ പേടിയും വിഷമമൊക്കെ വരുന്നത്. അവരെ നമ്മൾ ഡീൽ ചെയ്യാൻ, ഇപ്പം നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ പഠിക്കത്തില്ലേ എങ്ങനെയാണെന്ന്, അപ്പോൾ തന്നെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അവരെ കൂടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. എന്ത് കാര്യവും അങ്ങ് അനുവദിച്ച് കൊടുക്കുകയില്ല. പണ്ട് മറ്റേ അധ്യാപക ദിനമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തിയോടെ കണ്ടിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും പലരും തങ്ങൾ നേരിട്ടിട്ടുള്ള അധ്യാപകരിൽ നിന്ന് നേരിട്ടിട്ടുള്ള വളരെ മോശമായ അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാലമാണിത്. അപ്പോൾ ഈ കാലത്ത് എങ്ങനെയും നടക്കുമെന്ന് വിചാരിക്കരുത്. ഏതെങ്കിലും ഒരു ബെഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിയത് കൊണ്ട് സ്കൂളുകൾ എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് കാണുന്ന ഒരു സ്കൂളായി മാറില്ല. അതിന് ആദ്യം മാറേണ്ടത് പൊതുബോധമാണ്, നമ്മുടെ മനോനിലയാണ്. അത് ഉൾക്കൊണ്ട് ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു സ്കൂളിന് മാത്രമേ വലിയ മാറ്റങ്ങൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത് ബാക്ക് ബെഞ്ചും ഫ്രണ്ട് ബെഞ്ചും മാറ്റുന്നത് നമുക്കൊരു ആദ്യ പടിയായി തന്നെ കാണാം. എന്നാൽ പോലും ആ മനോഭാവം, ആ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ മനോഭാവം ആദ്യം തന്നെ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം.